Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 10th പ്രിലിംസിന് വേണ്ടിയുള്ള മാത്സിന്റെ സീരീസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 19ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 17/2025 എന്ന് പറയുന്നത്. കഴിഞ്ഞ 10th പ്രിലിംസിന്റെ തേർഡ് ഫേസോ സെക്കൻഡ് ഫേസിന്റെയോ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 10-30 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് എക്സാമിന് പോയി കഴിഞ്ഞാൽ ആ മാത്സിലെ 20 മാർക്ക് എന്നുള്ളതിൽ ഒരു 18+ നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിട്ട് നേടാനായിട്ട് പറ്റും. കാര്യം ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഈ ഒരു പാറ്റേൺ തന്നെയാണ് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബോർഡ് മാസ് ആണ് വന്നിരിക്കുന്നത്. എന്താ നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്, 3 × 2 ഡിവൈഡഡ് ബൈ 2 -4 + 5 × 2 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ആൻസറിലേക്ക് എത്തുന്നത് എന്നത്. 3 × 2 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്താണ് ബോർഡ് മാസ് റൂൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യണം അല്ലെ. ബോർഡ് മാസിന് ആദ്യം വരേണ്ടത് എന്താണ്, ബ്രാക്കറ്റ് ഇവിടെ ഉണ്ടോ, ഇല്ല. സോ നമുക്കിവിടെ അടുത്ത എന്താണ്, ഡിവിഷൻ നോക്കണം. സോ ആൻസർ എങ്ങനെ വരും, 3 × 2 ഡിവൈഡഡ് ബൈ 2 -4 + 5 × 2 എന്നുള്ളതാണ്. ഇവിടെ എന്ത് വരും, 3 × ആദ്യം ഡിവിഷൻ ചെയ്യണം, 2 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1 വരും, -4 പ്ലസ് പിന്നെ എന്താണ് 5 × 2 എന്ന് വരും. 3 × 1 അടുത്ത എന്താ, മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. 3 × 1 3 ആണ്. 3 - 4 + 5 × 2 10 വരും. ഇനി എന്താണ്, അഡീഷൻ ചെയ്യണം. ഇവിടെ എന്ത് വരും, 3. ഇവിടെ എന്താണ്, -4 + 10 എന്നാണ് വന്നിരിക്കുന്നത്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ എന്ന് വരും. സോ 3 പ്ലസ് ഇവിടെ എത്ര വരും, 10ൽ നിന്ന് 4 കുറക്കുമ്പോൾ 6 എന്ന് കിട്ടും. 6 3 കൂടി കൂട്ടുമ്പോൾ 9. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തെറ്റ് വന്നുന്ന ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾ നോർമലി എൻ്റെ അടുത്ത് ഡൗട്ടായിട്ട് അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബോർഡ് മാസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഡൗട്ടായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് വരുമല്ലോ, 3 - 4 + 10 എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ അഡീഷൻ ആണെന്ന് അറിയാം. സോ നിങ്ങൾ നേരെ ഇവിടെ എന്ത് ചെയ്യും, 3 - 4 10 + 4 എഴുതി 14 എന്ന് എഴുതി വെക്കും. ഇവിടെയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്ത് പറ്റുന്നത്, തെറ്റ് പറ്റുന്നത്. അവിടെ അങ്ങനെയല്ല നോക്കേണ്ടത്. നമുക്ക് അതിന് മുമ്പുള്ള സൈൻ എന്താണോ അവിടെ എന്ത് ചെയ്യണം, അതിനവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്താണ്, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. എന്താണ്, ഒരു മൈനസും ഒരു പ്ലസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വേണം വലുതിന്റെ സൈൻ ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. 2/7 എത്ര കൂട്ടിയാൽ 1 കിട്ടും നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്കറിയാം 7/7 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 1 ആണ്. അപ്പൊ നമുക്കിവിടെ 2/7 എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ 7/7 കിട്ടണമെങ്കിൽ മുകളിൽ 5 വന്നാൽ മതിയല്ലോ. 5/7 ചെയ്താൽ മതി. അപ്പൊ 7/7 കിട്ടും, അതായത് 1 ആണ്. ഇങ്ങനെ ചെയ്യാം, ഏറ്റവും എളുപ്പം അങ്ങനെ തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് നമ്മൾ പ്ലസ് വരുമ്പോൾ നമ്മൾ ന്യൂമറേറ്റേഴ്സ് അംശങ്ങൾ തമ്മിൽ ഡയറക്റ്റ് കൂട്ടി വെക്കും. ഛേദം 1 ആണെങ്കിൽ ഛേദം അങ്ങനെ ഒരുമിച്ച് എടുത്ത് എഴുതിയാൽ മതി. അതാണല്ലോ നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എന്താണ് വരേണ്ടത്, 7/7 1 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി ഇതല്ല എങ്കിൽ നമുക്ക് ഇത് എങ്ങനെ നോക്കാമെന്ന് ഞാൻ ചോദിക്കുവാണ്. 10 എത്ര കൂട്ടിയാൽ 12 കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 12ൽ നിന്ന് 10 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ 2/7 എന്ത് കൂട്ടിയാൽ 1 കിട്ടുമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, 1ൽ നിന്ന് ഈ 2/7 മൈനസ് ചെയ്താൽ മതി. ഇവിടെ എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യുമ്പോൾ 1 × 7 7 7 - 2/7 എന്ന് വരും. അതായത് 5/7. ഇങ്ങനെയും ഇത് ചെയ്യാം. സോ ഓപ്ഷൻ ഡി എന്ന് നമുക്കിവിടെ എങ്ങനെയാണ് ആൻസർ, രണ്ട് തരത്തിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. √0.01 × √0.0025. ഇവിടെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് 0.2² അല്ലെങ്കിൽ ഞാൻ പറയുവാണ് 2ന്റെ സ്ക്വയർ നമുക്കറിയാം 4 ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 0.2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 0.2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.2ന്റെ സ്ക്വയർ ഇവിടെ എന്ത് വേണം, 4 ആണ് ആൻസർ വരേണ്ടത്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണെങ്കിൽ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് എന്തായിട്ട് മാറണം, 2 ഡിജിറ്റ് ആയിട്ട് മാറണം. സോ പോയിന്റ് കഴിഞ്ഞ് എന്ത് ചെയ്യണം, 0.004 എന്ന് വേണം കണ്ടോ. അതായത് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 ഡിജിറ്റ് വേണം. 0.02 ഇങ്ങനെയാണെങ്കിലോ ആൻസർ എന്ത് വരും,
ഇവിടെ നമുക്ക് എന്താണ് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. സോ നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് വേണം. കണ്ടോ, ഇങ്ങനെയാണ് ആൻസർ പറയേണ്ടത്. ഇനി ഇത് നേരെ തിരിച്ച് നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്ക്വയർ റൂട്ട് ആണല്ലോ. സ്ക്വയർ റൂട്ടിന്റെ അകത്ത് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണെങ്കിൽ ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 1 ആയിരിക്കണം. സോ ആൻസർ എങ്ങനെ വരും? √1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ √0.01 എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണെങ്കിൽ ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 1 ആയിട്ട് മാറണം, നേരെ പകുതിയായിട്ട് മാറണം. സ്ക്വയർ വരുമ്പോൾ ഇരട്ടിയാകും, സ്ക്വയർ റൂട്ടിന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് എടുക്കുമ്പോൾ പകുതിയാകും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0.1 ആണ്. ഇനി നോക്കിക്കേ, √25 നമുക്കറിയാം 5 ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ √0.0025 പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് ഉണ്ട്. ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര വന്നാൽ മതി? 2 എണ്ണം വന്നം. സോ 0.05 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതെന്ത് വരും? 0.05 എന്ന് വരും. ഇനി എന്താണ്? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? 0.1 × 0.05 ഇതല്ലേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. സോ നമ്മുടെ ആൻസറിലേക്ക് എത്ര വേണം? 3 ഡിജിറ്റ് വേണം. സോ 0.005 ആണ്. 1 × 5 5 നമുക്കറിയാം. ഇൻറ്റു എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പോയിന്റ് കഴിഞ്ഞുള്ള ഡിജിറ്റിനെ ടോട്ടൽ ആക്കി എഴുതണം. സോ 0.005 ആണ് ആൻസർ വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം. അപ്പൊ ഞാൻ പറയുകയാണ്, എന്റെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ആയിക്കോട്ടെ. ഞാനിപ്പോ ജസ്റ്റ് എടുക്കുന്നു 5ഉം 7ഉം ആണ് എന്റെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഗുണനഫലം 620. തൊട്ടടുത്ത ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യകളുടെ ഏതോ 2 ഒറ്റ സംഖ്യകളാണ്. നമുക്ക് ഇന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതോ 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എത്രയാണെന്ന് 620. നമുക്ക് തൊട്ടടുത്ത എന്ന് പറയുമ്പോൾ ഈ 5നോട് 2 കൂട്ടുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 5ഉം 7ഉം വേണ്ട, 5ഉം 11 കൊടുക്കാം. അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 11നോട് 2 കൂട്ടുന്നതാണല്ലോ. സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ആദ്യത്തെ ഒറ്റ സംഖ്യ എക്സും രണ്ടാമത്തെ ഒറ്റ സംഖ്യ വൈയും ആക്കി എടുത്തു. നമുക്കറിയാവുന്ന കണ്ടീഷൻസ് ഒക്കെ നമുക്ക് എഴുതി നോക്കാം. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം x × y എന്ന് പറയുന്നത് 621 ആണ്. ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621. അവയുടെ തുക x + y എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, ഇത്രയും നമുക്കറിയാവുന്ന കണ്ടീഷനാണ്. തൊട്ടടുത്ത ഒറ്റ സംഖ്യകള്, സോ തൊട്ടടുത്ത ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എക്സിനോട് 2 കൂട്ടുമ്പോഴാണ് എക്സ് കഴിഞ്ഞുള്ള ഒറ്റ സംഖ്യ കിട്ടുന്നത് അല്ലെ. 5, 7, 9, 11 ഇതൊക്കെയാണല്ലോ ഒറ്റ സംഖ്യ. 5നോട് 2 കൂട്ടുമ്പോഴാണ് നമുക്ക് 7 കിട്ടുന്നത്. 7നോട് 2 കൂട്ടുമ്പോഴാണ് തൊട്ടടുത്ത ഒറ്റ സംഖ്യയായ 9 കിട്ടുന്നത്. അപ്പൊ അതേപോലെ എക്സ് എന്ന് പറയുന്ന ഒറ്റ സംഖ്യയോട് നമ്മൾ 2 കൂട്ടുമ്പോൾ തൊട്ടടുത്ത ഒറ്റ സംഖ്യ കിട്ടും. ഇവിടെയും എന്ത് ചെയ്തു? വൈനോട് നമ്മൾ 2 കൂട്ടുമ്പോൾ തൊട്ടടുത്ത ഒറ്റ സംഖ്യ കിട്ടി. x + 2 × y + 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. x × y എന്ന് പറയുന്നത് xy ആണ്. പ്ലസ് അടുത്ത് എന്ത് ചെയ്യുക? x × 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വരും? 2x വരും. പ്ലസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × y 2y വരും. പ്ലസ് 2 × 2 മൾട്ടിപ്ലൈ ചെയ്യുക. 4 വരും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ? a + b × c + d എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ac + ad + bc + bd. ഇതാണ് അതിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കിക്കേ, എക്സും വൈയും നമുക്കറിയാം. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 621. x × y 621 ആണെന്ന് നമുക്കറിയാം. പ്ലസ് ഇവിടെ രണ്ടിടത്തും 2 കോമൺ ആണല്ലോ, നേരെ വെളിയിലേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? x + y ഉണ്ട്. പ്ലസ് 4 621 പ്ലസ് 2 ഇൻറ്റു x + y നമുക്കറിയാം 50 ആണെന്ന്, ഇൻറ്റു 50 + 4 എന്ന് വരും. ഓക്കെ, ഇവിടെ എത്ര വരും? 621 + 100 + 4. ഓക്കെ ആണല്ലോ. 621 4 കൂടി കൂട്ടുമ്പോൾ 625 പ്ലസ് 100 ചെയ്യുമ്പോൾ 725. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ നമ്മളോട് സംഖ്യകളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ജസ്റ്റ് എന്താണ്? അവിടെയുള്ള ആ ഒരു തൊട്ടടുത്ത 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം മാത്രമാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ എക്സ് ഏതാണ് വൈ ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്കിവിടെ എന്ത് വന്നിട്ടില്ല? ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചെയ്ത് നോക്കാം. 122 × 41 5002 ആയാൽ 1.22 × 41 എത്രയാണെന്നുള്ളത് സെയിം എളുപ്പമാണ്. എന്റെ ആൻസർ എത്രയായിരിക്കും? 5002 തന്നെയാണ്. അവിടെ എവിടെയാണ് പോയിന്റ് വരിക എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എത്രയാണ്?
പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റേ ഉള്ളൂ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് അല്ല, പോയിന്റ് ഇവിടെ തന്നിട്ടില്ല. സോ ഇവിടുത്തെ പോയിന്റ് കഴിഞ്ഞുള്ള 2 ഡിജിറ്റ്. ഇവിടെ എന്ത് ചെയ്യണം? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണമെങ്കിൽ ഇവിടെ ആൻസർ 50.02 വരും. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ പറയുവാണ്, 1.22 ഇൻറ്റു 4.1 എന്നാണെങ്കിൽ ആൻസർ എത്ര വരും? നമുക്കറിയാം ഇതാണ് ആൻസർ എന്നുള്ളത്. ഇവിടെ എത്രയാണ്? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്. ഇവിടെ എത്രയുണ്ട്? 1. സോ ആൻസർ കഴിഞ്ഞിട്ട് ഇവിടെ ആൻസറിൽ എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്രയായിരിക്കും? 12.2 ഇൻറ്റു 0.41 എന്നാണ് വരുന്നതെങ്കിൽ ആൻസർ എത്രയായിരിക്കും? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്. ആൻസർ എത്ര വരണം? 5.002. പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് വരണം. ഓക്കെ, ഇനി അടുത്ത പറയാണ് 1.22 ഇൻറ്റു 0.41 എന്നാണെങ്കിലോ 5002 തന്നെ വരണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. സോ ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് വേണം. ഇങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5 സംഖ്യകളുടെ ശരാശരി 51 ആണെങ്കിൽ അതിലെ ചെറിയ സംഖ്യ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 5 സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏതുമായിക്കോട്ടെ, ശരാശരി 51 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അടുത്തടുത്ത സംഖ്യകളാണെങ്കിൽ ഇവിടെ നമുക്ക് 51 നടുക്കത്തെ സംഖ്യയായിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള സംഖ്യ എത്രയായിരിക്കും? ചെറിയ സംഖ്യയല്ലേ ചോദിച്ചിരിക്കുന്ന. ഇവിടെ 2 സംഖ്യകൾ ഉണ്ടാകും, ഇവിടെയും 2 സംഖ്യകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 51 തൊട്ട് മുമ്പുള്ള നമ്പർ 50 ആണ്. ഇവിടെ എത്ര വരും? 49 വരും. ഇവിടെ എത്രയാണ്? 52, ഇവിടെ 53. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ 86ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 49 ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 5 സംഖ്യകളുടെ ശരാശരി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ സംഖ്യകൾ ഒറ്റ സംഖ്യയാണെന്നോ ഇരട്ട സംഖ്യയാണെന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണെന്നോ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിക്കും ഈ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആൻസർ PSC തന്നിരിക്കുന്നതും എന്താണ്? 49 ആണ്. അതായത് ഈ ഒറ്റ സംഖ്യകൾ എണ്ണം ഒറ്റയാണെങ്കിൽ എപ്പോഴും നടുക്ക് വരുന്നതായിരിക്കും ശരാശരി എന്ന് പറയുന്നത്. ആ ഒരു റൂൾ വെച്ച് നമുക്കിത് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരക്കമുള്ള എത്ര സംഖ്യകളുണ്ട്? നമുക്കറിയാം അല്ലെ, 1, 2, 3 അങ്ങനെ 9 എണ്ണമുണ്ട്. ഇനി 2 അക്കമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 10 മുതൽ എവിടം വരെയാണ്? 99 വരെയാണ്. 99 വരെ മൊത്തം എത്ര സംഖ്യകളുണ്ട്? 99 സംഖ്യകളാണല്ലോ. ഇനി 10 വരെ എത്ര സംഖ്യകളുണ്ട്? 9 എണ്ണമുണ്ട്. അതങ്ങ് മൈനസ് ചെയ്താൽ നമുക്ക് 90 സംഖ്യകളാണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന 2 അക്കമുള്ള സംഖ്യകളുടെ എന്ത് ചെയ്യണം? ഇതങ്ങ് മൈനസ് ചെയ്ത് നോക്കിയാൽ പോരെ. ഇത് രണ്ടും കൂടി അങ്ങ് മൈനസ് ചെയ്യുമ്പോൾ 89 കിട്ടും. എന്നിട്ട് എന്തും കൂടി ആഡ് ചെയ്യണം? ഈ 10 ആഡ് ചെയ്യണ്ടേ നമുക്ക്. അപ്പൊ ഇവിടെ +1 ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് ഇവിടുത്തെ 90 കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 അക്കമുള്ള സംഖ്യകളുടെ തുടക്കം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒറ്റ, 10, 100, 1000, 10000 ആണ് തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അതും അങ്ങനെ പോയിട്ട് എവിടം വരെ? 9000 അല്ലേ? 99,999. ഇതാണ് അതിന്റെ അവസാനം എന്ന് പറയുന്നത്. ഇത്രയും സംഖ്യകള് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഇതങ്ങ് മൈനസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ഇല്ലേ, ഇതിന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ എന്ന് പറയുന്നത് 4 അക്ക സംഖ്യകൾ ഇതല്ലേ, ഇതങ്ങ് മൈനസ് ചെയ്താലും മതി. എളുപ്പം അതായിരിക്കും കുറച്ചും കൂടി. ഇവിടെ 9 ൽ 9 പോയാൽ 0 കിട്ടും, ഇവിടെയും 0, ഇവിടെയും 0, ഇവിടെയും 0, ഇവിടെ 9 വരും. അങ്ങനെയാണെങ്കിൽ ആൻസർ ഇവിടെ എത്രയാണ്? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഖ്യയിൽ നിന്ന് ഇതങ്ങ് കുറയ്ക്കണം, +1 ചെയ്യണം. കണ്ടാ? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ 9 ആണ്, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 2 അക്കമുള്ള 99 വരെ. ഈ 99ൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? 1 മുതൽ അല്ലെ, നമുക്ക് ഇത് മീനിങ് ഇത്രയല്ലേ ഉള്ളൂ. 1 മുതൽ 99 വരെ 99 ലെറ്റേഴ്സ് അക്കങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒറ്റ സംഖ്യയുള്ള ഒറ്റ ഡിജിറ്റ് ഉള്ള ആദ്യത്തെ 9 എണ്ണം നമ്മൾ അങ്ങ് മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടും 90 എന്നുള്ളത്. ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ചെയ്താൽ മതി. അപ്പൊ അവിടെ ആൻസർ എത്ര വരും? 90,000 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. -1/3, -2/9, -4/3 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ആരോഹണം, അവരോഹണം എന്താണ് വ്യത്യാസം? അവരോഹണം എന്ന് പറയുമ്പോൾ എന്താണ്? വായിലല്ലേ വരുന്നത്, വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അപ്പൊ ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് വരും? -1/3, -2/9,
മൈനസ് 4/3. തന്നിരിക്കുന്നതിനെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? -3/9 മൈനസ് 2/9 മൈനസ് 12/9 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പം നോക്കിക്കേ, ഇവിടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഏതാണ്? ആരോഹണമല്ലേ. അപ്പൊ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഇതിൽ വലിയ നമ്പർ ആയിരിക്കും, കാര്യം നെഗറ്റീവ് അല്ലേ വന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ -12/9 ആണ് ഏറ്റവും ചെറുത്. നെഗറ്റീവ് സംഖ്യ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മൈനസ് അടുത്ത ഏതാണ് വരേണ്ടത്? -3/9 വരണം. നെക്സ്റ്റ് വരേണ്ടത് -2/9 ആണ്. ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇവിടുത്തെ ആൻസർ എങ്ങനെയാണ് വരേണ്ടത്? -12/9 എവിടെയാണ് നമുക്ക് 12/9 കിട്ടിയത്? -4/3 അല്ലേ നമ്മൾ മാറ്റിയത്. സോ -4/3 -3. ഇനി ഏതാണ് 3/9 എന്ന് പറയുമ്പോൾ അത് ഏതായിരുന്നു? 3/9 എന്ന് പറഞ്ഞാൽ -1/3. നമ്മൾ ഇത് എഡിറ്റ് ചെയ്ത് കിട്ടിയ ആൻസർ അല്ലേ, നമ്മൾ അതിനെ ഡിനോമിനേറ്റർ സെയിം ആക്കിയപ്പോൾ കിട്ടിയ ആൻസർ ആണിത്. നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ബാക്ക് ടു ക്വസ്റ്റ്യനിലേക്ക് മാറ്റണം. -2/9. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, ചെറുതിൽ നിന്ന് വലുതിലോട്ട് മാറ്റുമ്പോൾ കിട്ടുന്നത്. നെക്സ്റ്റ് നോക്കാം. 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണോ ഡിസ്കൗണ്ട് കിട്ടിയത്, ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 ചെയ്താൽ മതി. എന്ത് കിട്ടി എനിക്ക്? ഞാൻ എത്ര പേനയാണ് വാങ്ങിച്ചത്? 3 പേന വാങ്ങിയാലല്ല, എനിക്ക് കിട്ടിയത് 4 പേന കിട്ടി അല്ലെ. 4 പേന കിട്ടിയപ്പോൾ അതിലൊന്ന് എന്താണ്? സൗജന്യമാണ്. അങ്ങനെയാണ് അത് നോക്കേണ്ടത്. അല്ലാണ്ട് 3-1 എഴുതരുത്. 4 എണ്ണം എനിക്ക് കിട്ടി. ടോട്ടൽ ഞാൻ 3 പേനയെ വാങ്ങിക്കാൻ ചെന്നു, എന്റെ കയ്യിൽ 4 കിട്ടി. അപ്പൊ എന്റെ കയ്യിൽ എന്തുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്റെ കയ്യിൽ 4 എണ്ണം ഉണ്ട്, അതിലൊന്ന് എനിക്ക് വെറുതെ കിട്ടിയതാണ്. ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 1 എനിക്ക് ഡിസ്കൗണ്ട് ആണ്, ടോട്ടൽ എനിക്ക് 4 കിട്ടി, 1 ഡിസ്കൗണ്ട് ആണ്. 100/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 25% അപ്പൊ അവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30, 60, 36, 48 എന്നീ സെക്കൻഡുകൾ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ വീണ്ടും അവ ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്കിവിടെ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ LCM ആണ്. 30, 36, 48. LCM കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? നമുക്കിവിടെ ഇതിനെ എന്തുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 2 കൊണ്ടാണെങ്കിൽ ഇവിടെ 15 വരും, ഇവിടെ 18 വരും, ഇവിടെ എത്രയാണ്? 24 വരും. ഇനി അഗെയിൻ നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാം. ഇവിടെ 5 വരും, ഇവിടെ 6 വരും, ഇവിടെ എത്ര വരും? 3 24 വരും. അഗെയിൻ നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്താൽ ഇവിടെ 5 വരും, ഇവിടെ 3 വരും, ഇവിടെ 4 വരും. ഇനി അതിനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ LCM എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? 2 × 3 × 2 × 5 × 3 × 4 ആണ്. ഓക്കെ, ഇവിടെ എത്രയാണ് വരേണ്ടത്? 2 × 3 6, 6 2 12, 12 5 60, 4 3 12, 12 × 6 എന്ന് പറയുമ്പോൾ 72, 720 ആണ് എന്ത് വരുന്നത്? നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് സെക്കൻഡുകളാണല്ലോ. അപ്പൊ ഈ 720 നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി എത്ര മിനിറ്റിന് ശേഷം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 720 നമുക്ക് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 0 കട്ടായി പോകും, 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും? 12, 12 6 ആണ് 72 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 12 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ഒരേപോലെ കത്തുന്നുണ്ട്. സോ 90ാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഇവിടുത്തെ രാവിലെ 7 മണി എന്ന് പറയുന്നതിന് ഇവിടെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഏതോ സമയത്ത് എത്രയായിക്കോട്ടെ, ഏത് സമയത്തിനും അവർ ഒരുമിച്ച് കത്തിക്കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെന്ന് ചോദിച്ചാൽ 12 മിനിറ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ തരുവാണ്, രാവിലെ 7 മണിക്ക് അവ ഒരേ സമയം കാണിച്ചു, അടുത്തത് എത്ര സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 7 മണി 12 മിനിറ്റിലായിരിക്കും ഇവ ഒരുമിച്ച് കത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 4/3 ഡിവൈഡ് ബൈ 4 പ്ലസ് 2/3 വില കാണുക. 4/3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2/3. ഇവിടെ നമുക്കറിയാം ഇങ്ങനെ ഭിന്നസംഖ്യകൾ വരുമ്പോൾ രണ്ടാമത്തെ സംഖ്യയെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. സോ 4/3 ഇൻറ്റു 4 നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്കത് 1/4 എന്ന് കിട്ടും, പ്ലസ് 2/3. ഇതും കൂടി കട്ടായി പോകും. സോ ഇവിടുത്തെ ആൻസർ 1/3 പ്ലസ് 2/3 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ ഛേദം സെയിം ആണ്, അത് ഒരു തവണ എഴുതിയാൽ മതി.
കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും മാത്രമാണ് ഛേദം ഒന്നാണെങ്കിൽ ഒരു തവണ എടുത്തെഴുതുന്നത്. ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും വ്യത്യാസമുണ്ട്, ഓർത്തിരിക്കുക. അല്ലാണ്ട് എല്ലാ തവണയും ഛേദം ഒന്ന് എഴുതി വെക്കരുത്. ഇപ്പൊ നമ്മള് ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ പറയാണ്, 1/3 ഇൻറ്റു 2/3 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? അത് 2/9 പക്ഷെ 1/3 പ്ലസ് 2/3 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? ഡിനോമിനേറ്റർ ഒരു തവണ എടുത്തെഴുതുക, മുകളിലത്തെ തമ്മിൽ കൂട്ടി എഴുതുക. 1 + 2 3 3/3. 3/3 എന്ന് പറഞ്ഞാൽ അത് 1. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മയൂക ഒരു വരിയിൽ പിന്നിൽ നിന്നും 15-മതും മുന്നിൽ നിന്ന് 16-മതുമാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ടെന്ന് ടോട്ടൽ കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ചെയ്താൽ മതി. ലെഫ്റ്റിൽ നിന്ന് 15, റൈറ്റിൽ നിന്ന് 16 -1 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 15 + 16 31 വരും. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 30 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എന്താ? 4, 10, 28, 82. 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനെ 3/1 കൂട്ടി. 10 3ന്റെ സ്ക്വയറിനോട് 1 കൂട്ടി. 3ന്റെ സ്ക്വയർ 9 ആണ്, 9നോട് 1 കൂട്ടി. 28 3ന്റെ ക്യൂബിനോട് 1 കൂട്ടി. 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്, അതിനോട് 1 കൂട്ടി. നെക്സ്റ്റ് 3/4 1 കൂട്ടി നോക്കാം. 3ന്റെ പവർ 4 എന്ന് പറയുന്നത് 81 ആണ്, അതിനോട് 1 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 82 കിട്ടി. സോ നെക്സ്റ്റ് വരേണ്ടത് എന്താണ്? 3/5 + 1 ആണ്. 3/5 എന്ന് പറയുന്നത് 243 ആണ്, അതിനോട് 1 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 244 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത്. ജില്ലാ, സംസ്ഥാനം, പഞ്ചായത്ത്, വീട്ടു നമ്പർ, സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്. ഒരു ഓർഡർ എന്തെങ്കിലും വേണോ അല്ലെ ഇതിന്? നോക്കിക്കേ, ഒരു സംസ്ഥാനത്ത് കുറെ ജില്ലകളുണ്ട്, ജില്ലയിൽ കുറെ പഞ്ചായത്ത് ഉണ്ട്, പഞ്ചായത്തിനുള്ളിൽ കുറെ വീട്ടു നമ്പർ ഉണ്ട്. ഇതൊരു ഓർഡറിലാണ് പോയിരിക്കുന്നത്. ജില്ല, സംസ്ഥാനം, ജില്ല കഴിഞ്ഞ് സംസ്ഥാനം, ജില്ലകൾക്കുള്ളിലാണല്ലോ പഞ്ചായത്ത് വരുന്നത്. അപ്പൊ ഇതല്ല എന്ന് നമുക്ക് മനസ്സിലായി ഓരോന്നും. ഓക്കെ, അങ്ങനെ വേണം കേട്ടോ ഇത് നോക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഓസ്കാർ സിനിമയാണെങ്കിൽ ബുക്കർ പ്രൈസ് നൽകുന്ന എന്തിനാണ്? ബുക്കർ പ്രൈസ് അത് സാഹിത്യത്തിന് നൽകുന്നതാണ് അല്ലെ. അപ്പൊ ഓസ്കാർ സിനിമയാണെങ്കിൽ ബുക്കർ എന്ന് പറയുന്നത് സാഹിത്യമാണ്. 10 സ്ക്വയർ 100 ആണെങ്കിൽ 100ന്റെ സ്ക്വയർ എത്ര? 10 സ്ക്വയർ 100 ആണ്. ഇവിടെ 1 0, ഇവിടെ 2 0. ഇനി എന്താണ് 100ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 2 0 ആണെങ്കിൽ ആൻസറിൽ എത്ര വേണം? സ്ക്വയർ വരുമ്പോൾ 4 0 വേണം. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വ്യത്യസ്തമായത് ഏത്? ചതുരം, സാമാന്ത്രികം, ലംബകം, ത്രികോണം. എന്താണ് ത്രികോണം? ചതുരം എന്ന് പറയുന്നത് 4 വശമുണ്ട്, സാമാന്ത്രികം എന്ന് പറഞ്ഞാലും 4 വശമുണ്ട്, ലംബകം എന്ന് പറഞ്ഞാലും എന്താണ് 4 വശമുണ്ട്. അതായത് ഇതെല്ലാം ചതുർഭുജത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ചതുരം, സമചതുരം, സാമാന്ത്രികം, ലംബകം. ത്രികോണത്തിന് മാത്രം എന്താണ്? 3 വശങ്ങളാണ്. സോ കൂട്ടത്തിൽപ്പെടാത്തത് ത്രികോണമാണ്. മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. അപ്പൊ മകളും സുനിതയും ഉണ്ട്. മകളുണ്ട്, ഇവിടെ ആരുണ്ട്? സുനിതയുണ്ട്. മകളുടെ വയസ്സ് എക്സ് ആക്കി എടുത്താൽ മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിയുമ്പോൾ മകളുടെ വയസ്സ് എത്രയാകും? x+2 ആകും. സുനിതയുടെ വയസ്സ് എത്രയാകും? 2 വർഷം കഴിയുമ്പോൾ 2 വയസ്സ് കൂടണ്ടേ? 5x-നോട്. ഇപ്പൊ സുനിതയുടെ വയസ്സ് എത്രയോ ആയിക്കോട്ടെ, അതിനോട് 2 കൂട്ടണം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 40 ആകും. അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇവിടെ 6x + 4 എന്ന് പറയുന്നത് 40 ആണ്. ഇവിടെ എന്ത് വരും? 6x എന്ന് പറയുന്നത് 40 - 4 ആണ്. x എന്ന് പറയുന്നത് 36 ആണ്. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 36/6 വരും. 6 ആണ് ആൻസർ വരേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ? നിങ്ങൾ 6 കണ്ട് നേരെ പോയി ഓപ്ഷൻ എ മാർക്ക് ചെയ്യരുത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരുടെ വയസ്സാണ്? മകളുടെ വയസ്സാണ് നമുക്ക് 6 കിട്ടിയിരിക്കുന്നത്. അപ്പൊ സുനിതയുടെ വയസ്സ് എത്രയാണ്? 6 × 5 30 ആണല്ലോ സുനിതയുടെ വയസ്സ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് 6 തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഈ ശ്രേണിയിൽ അടുത്തത് ഏത്? CXB EVD GTF. നോക്കിക്കേ, തൊട്ട് മുമ്പുള്ള നമ്പറാണ് അല്ലേ ഇത്. ഇക്ക് തൊട്ട് മുമ്പുള്ള നമ്പറാണിത്, ജിക്ക് തൊട്ട് മുമ്പുള്ള നമ്പറാണിത്. ഓക്കെ ആണല്ലോ. CDE അല്ല, BC ABCD നമ്മൾ എഴുതുവാണ്. ABCDEFGHI ഇതല്ലേ ഓർഡർ.
കണ്ട ബിയും സിയും എടുത്തു, ആദ്യത്തെ പെയർ നമ്മൾ തിരിച്ചിട്ടു. അടുത്ത പെയർ ഡിയും ഇയും എടുത്തു, അതും നമ്മൾ തിരിച്ചിട്ടു. എഫും ജിയും എടുത്തു, അതും നമ്മൾ തിരിച്ചിട്ടു. നെക്സ്റ്റ് എച്ച് ഐ ആണ് വേണ്ടത്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചിടണം അല്ലെ. അപ്പൊ ഇവിടെ ഐയും ഇവിടെ എച്ചും വരണം. ഓക്കെ, ഐയും എച്ചും ഉള്ള രണ്ടെണ്ണം ഉണ്ട്. സോ ഇതല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് നടുക്കത്തിന്റെ റൂൾ എന്താന്ന് നോക്കാം. നടുക്കത്തിന്റെ റൂൾ നോക്കിക്കേ. RSTUVWXYZ ഇങ്ങനെയാണല്ലേ പോയിരിക്കുന്നത്. ഇവിടെ നമുക്ക് എക്സ് തന്നിട്ടുണ്ടേ. അടുത്ത എന്താ തന്നിരിക്കുന്നത്? ഡബ്ല്യു തരാണ്ട് അവർ എന്ത് തന്നു? വി തന്നു. ഇനി യു എടുക്കാണ്ട് അവർ എന്ത് ചെയ്തു? ബാക്കിലോട്ട് ടി എടുത്തു. സോ അടുത്ത എന്തായിരിക്കണം വരേണ്ടത്? എസ് എടുക്കാണ്ട് ബാക്കിലോട്ട് എന്തെടുക്കണം? ആർ എടുക്കണം. സോ IRH ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 7.5 into 22.36 plus 27.64 minus 36.57 plus 3.43 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാം. 22.36 27.64 കൂട്ടാം. 6 4 എത്രയാണ്? 10. 0 വരും, ശിഷ്ടം 1 വരും. 6 3 9, 9 1 10, 0 വരും, ശിഷ്ടം 1 വരും. 7 3 എത്രയാണ്? 10, 0 അല്ലെ, ശിഷ്ടം 1. 2 2 4, 4 1 5. സോ ഇത്രയും കിട്ടുന്ന ആൻസറിനെ നമുക്ക് 50 എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് അടുത്ത ബ്രാക്കറ്റ് ചെയ്ത് നോക്കാം. 36.57 പ്ലസ് 3.43. 7 3 10 ആണ്, 0 ശിഷ്ടം 1. 5 4 9, 9 1 10, 0 ശിഷ്ടം 1 ആണ്. 6 3 9, 9 1 10, 0 ശിഷ്ടം 1 വരും. 3 1 4, 40 കിട്ടും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. സോ ആൻസർ എങ്ങനെ വരും? 7.5 ഇൻറ്റു 50 മൈനസ് 40. ഓക്കെ, എന്ത് വരും? 7.5 ഇൻറ്റു 50 40 കുറച്ച 10 ആണ്. ഇവിടെ ആൻസർ എങ്ങനെയാ വരേണ്ടത്? 750 എന്ന് വരും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം? പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്. സോ പോയിന്റ് കഴിഞ്ഞ് ഇവിടെയും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആക്കി മാറ്റണം. സോ ആൻസർ വരേണ്ടത് 75 ആണ്. ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 17/25 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്